ക്രിക്കറ്റ് ഉത്തമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൊൽക്കത്ത ആരാധകരോട് നിങ്ങളിന്ന് വിജയിച്ചില്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും, അത്രേ പറയാനുള്ളൂ. കാരണം ഇന്ന് ക്രൂഷ്യൽ മാച്ചാണ് KKR സംബന്ധിച്ചിടത്തോളം. മത്സരം KKR LSG ആണ്, രണ്ട് അടിവാര ടീമുകളുടെ മത്സരമാണ്. 9ാം സ്ഥാനത്താണ് LSG എങ്കിൽ 10ാം സ്ഥാനം KKR. ലക്നൌവിനാണ് മത്സരം. ഇതിനു മുമ്പ് വലിച്ചപ്പോൾ ആ കളി നമ്മുടെ ലക്നൌ ജയിക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ. ഇന്നിപ്പോ KKR-ഉം കൊൽക്കത്തയും തമ്മിലാണ് മത്സരം. ഡബിൾ ഹെഡറിന് രണ്ടാമത്തെ മത്സരമാണ്. ലക്നൌവിലാണ് മത്സരം. നമുക്ക് എന്തായാലും വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസും പ്രോബബിൾ എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ലക്നൌ ലഗാന സ്റ്റേഡിയത്തിലാണ് കളി. ലഗാന സ്റ്റേഡിയത്തിൽ ബാറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 150 ഒക്കെ എടുത്താൽ തന്നെ വിജയം ഉറപ്പിക്കാവുന്ന പിച്ചാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ. അവിടെ ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ എന്ന് പറയുന്നത് 155 മാത്രമാണ്. അതാണ് പറഞ്ഞത്, ബാറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള പിച്ചാണ് ലക്നൌ ലഗാന സ്റ്റേഡിയം. അതുകൊണ്ട് ഇതൊരു മികച്ച പോരാട്ടം കാണാൻ പറ്റും. രണ്ട് ടീമിന് മികച്ച ബാറ്റേഴ്സ് എന്തൊക്കെയുണ്ട്, പക്ഷെ ഫോമിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഇപ്പൊ ഇന്നത്തെ കുറച്ച് സ്റ്റാറ്റ്സും നമുക്ക് ടീംസ് ഒക്കെ നോക്കിയാൽ സുനിൽ നരയുടെ കാര്യം. സുനിൽ നരയും അദ്ദേഹം മാത്രമാണ് കൊൽക്കത്തക്ക് വേണ്ടി മികച്ച രീതിയിൽ പന്ത് എറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് 2 വിക്കറ്റ് കിട്ടിയാൽ IPL ചരിത്രത്തിലെ 3ാമത്തെ ബോളറാവും 200 വിക്കറ്റ് തികയ്ക്കുന്ന. പിന്നെ വരുൺ ചക്രവർത്തിയുടെ കാര്യം. അദ്ദേഹം കഴിഞ്ഞ കളി മികച്ച ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഏഡൻ മാർക്കറ്റിന് 6 തവണയാണ് T20 ഇന്നിംഗ്സിൽ പറഞ്ഞുവിട്ടത് 13 ഇന്നിംഗ്സിൽ നിന്ന്. പിന്നെ രഹാനയ്ക്ക് ഒരു സോളിഡ് റെക്കോർഡ് ഉണ്ട് ഷമിക്കെതിരെ, പക്ഷെ അദ്ദേഹം ഈ സീസണിൽ അത്ര വലിയ ഫോമിലല്ല. അദ്ദേഹം ഓഫ് കളറാണ് ഇപ്പോ. പതിനാനക്കും വലിയ റെക്കോർഡ് ഉണ്ട്. ഋഷഭ് പന്തിന് പക്ഷേ മതീഷ പതിനാന കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ നിക്കോളാസ് പൂറന്റെ കാര്യം എന്താണ് പറയേണ്ടത് അറിയില്ല. വെടിവീഴുന്ന പൂറൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 82 സ്ട്രൈക്ക് റേറ്റ് ആണ് നിക്കോളാസ് പൂറിന് ഇപ്രാവശ്യം കിട്ടിയത്. ആക്ച്വലി 82 പറഞ്ഞാൽ ലോവസ്റ്റ് ആണ് IPL. ഒരു നമ്പർ 4 ഇറങ്ങേണ്ട ബാറ്റ്സ്മാൻ സ്ട്രൈക്ക് റേറ്റ് ലോവസ്റ്റ് ആണ്. മിനിമം 50 ബോൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ട് 82 സ്ട്രൈക്ക് റേറ്റ് നിക്കോളാസ്. അദ്ദേഹം എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഒരു പക്ഷേ നിക്കി പീക്ക് പകരം മാത്യു ബ്രിഡ്സ്കെൻ ഇറക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ ഷമ്മിയാണ് ഈ പവർ പ്ലേയിലെ 8 കൂടെ വിക്കറ്റ് എടുത്ത 3ാമത്തെ പ്ലെയറാണ്. അദ്ദേഹം മാറിയിട്ടുമുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മോസിൻ ഖാൻ ഇപ്പൊ കഴിഞ്ഞ കളി അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ പന്തറിട്ടുണ്ട്. കഴിഞ്ഞ കളി പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ കളി പക്ഷേ മോസിൻ ഖാന് ഇപ്പൊ കുറച്ച് ലെഗ് ഇഞ്ചുറി ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ കളിയും കളിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എക്കണോമി 6.5 മാത്രമേ അദ്ദേഹത്തിന് എക്കണോമി ഉള്ളൂ. പിന്നെ വരുൺ ചക്രവർത്തിയുടെ കാര്യം. വരുൺ ചക്രവർത്തി ഇപ്പൊ കഴിഞ്ഞ കളി ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അത് KKR-ന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹത്തിന്റെ ഫോം. പിന്നെ ലഗാന സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. പിന്നെ LSGക്ക് ഇപ്പൊ ഒരു പ്രശ്നം, നിക്കോളാസ് പൂറിനെ മാറ്റേണ്ടോ പ്രശ്നമായിട്ടുണ്ട്. അവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് ഇപ്പോ. അവരുടെ ഓപ്പണിംഗ് കണ്ടില്ല. ഏഡൻ മാർക്കറ്റിനെ പോലത്തെ ബാറ്റ്സ്മാൻ ഉണ്ടായിട്ട് അവര് മാർക്കറ്റിന്റെ നമ്പർ 5 ഇറക്കുന്നു. ഓപ്പണിംഗിൽ ആയുഷ് ബഡോണി കേട്ടിട്ട് എന്തിന്റെ ആവശ്യമാണിത് മനസ്സിലാവുന്നില്ല. ഇതിനെ കുറച്ച് പൊട്ടത്തരം ചെയ്യാണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ ഋഷഭ് പന്തും മികച്ച ഫോമിലല്ല. അവർക്കൊരു കൺഫ്യൂഷൻ. ആരെ മാറ്റണം ബ്രിഡ്സ്കെൻ ഇറക്കാൻ? നിക്കോളാസ് പൂറിനെ മാറ്റണോ അതോ ഏഡൻ മാർക്കറ്റിനെ മാറ്റണ ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിക്കിപ്പിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഏഡൻ മാർക്കറ്റിന് ബോൾ കൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും, ബാറ്റ് കൊണ്ട് പരാജയമാണെങ്കിൽ. KKR-ന്റെ കാര്യം, അവർക്ക് വിജയത്തിന് കുറവൊന്നുമില്ല. അവര് ഇന്ന് പതിനാനെ കളിപ്പിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. പിന്നുള്ള ഒരു കാര്യം, ഇപ്പൊ KKR-ന്റെ അവസ്ഥയിലേക്ക് വന്നാൽ KKR ഇപ്പൊ ബാറ്റിംഗിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. രഹാനക്ക് ഫോമില്ല, ടിം സൈഫോർട്ട് പിന്നൊന്നും ഫോമില്ല. അവർക്കൊന്നും ഇഞ്ചുറി അല്പം കളിക്കുന്നുണ്ട്. രഘുവൻഷ് ഫോമിലല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. നമുക്ക് എന്തായാലും രണ്ട് ടീമിന് ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ KKR-ന്റെ കാര്യത്തിൽ രഹാനെയും സുനിൽ നരേനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. ആൻഗ്രിഷ് രഘുവൻഷ് നമ്പർ 3 കളിച്ചാൽ ക്യാമറോൺ ഗ്രീൻ നമ്പർ 4 കളിക്കും. റൗമൻ പൗൽ നമ്പർ 5-ലും റിങ്കു സിംഗ് നമ്പർ 6-ലും കളിച്ചാൽ അനുകൂൽ റൈ നമ്പർ 8-ൽ, നമ്പർ 7-ൽ റമൻദീപ് നമ്പർ 8-ൽ വന്നാൽ കാർത്തിക് ത്യാഗി നമ്പർ 9-ൽ വരും. നമ്പർ 10-ൽ മതീഷ 14 വരുമ്പോൾ നമ്പർ 7 വരുൺ ചക്രവർത്തി ഇമ്പാക്ട് ആയിട്ട് വൈഭവ് അറോറയൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. മറുഭാഗത്ത് വന്നാൽ മിച്ചൽ മാഷും ഏഡൻ മാർക്കറും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പന്ത് നമ്പർ 3-ലും ബഡോണി നമ്പർ 4-ലും കളിച്ചാൽ നിക്കോളാസ് പൂറനോർ മാത്യു ബ്രിഡ്സ്കെൻ നമ്പർ 5 വരും. ഹിമ്മത് സിംഗ് നമ്പർ 6-ലും മുകുൾ ചൗധരി നമ്പർ 7-ലും വന്നാൽ നമ്പർ 8-ൽ ദിഗ്വേഷ് റാത്തൂരി നമ്പർ 9 മോഹൻ ശമി വരും. നമ്പർ 10 പ്രിൻസ് യാദവ്, നമ്പർ 11 മായങ്ക് യാദവ്. ഇമ്പാക്ട് ആയിട്ട് മോഹസിൻ ഖാൻ വരും. ഏതായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയിച്ചേ പറ്റൂ.
ഈ മത്സരത്തിൽ നമ്മൾ വിജയമായിട്ട് കാണുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.